രണ്ടാമത്തെ പ്രവൃത്തി ഉദ്ഘാടന പരിപാടി സംസാരിക്കുന്നതിനാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത്. ഇന്നത്തെ പരിപാടി നിങ്ങൾക്കറിയാം, കുറവാണ് പാലത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വൈകുന്നേരത്തെ ഉദ്ഘാടന പരിപാടി. ഏകദേശം 33 കോടി രൂപയുടെ ഒരു പ്രവൃത്തിയുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. 19-ാം തീയതി ലിങ്ക് കനാൽ എന്ന് പറയുമ്പോൾ ഭാരതപ്പുഴ ബി എം കനാലിൻ്റെ ലിങ്കുമായി ചെയ്യുന്ന ഒരു വലിയ പ്രൊജക്റ്റാണ്. 36 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് 29-ാം തീയതി പ്രവൃത്തി ഉദ്ഘാടനം നടക്കുന്നത്. വലിയ ഒരാശ്വാസമാണ് കാർഷിക മേഖലയ്ക്കകത്ത് ഈ പദ്ധതി വന്നാലുണ്ടാവുക. ഏകദേശം 40 കൊല്ലങ്ങൾക്ക് മുമ്പ് എനിക്കറിയാം, ബിന്ദുവാവ ഒരടുത്തൊരു നിവേദനവുമായിട്ട് ഇവിടുത്തെ ആൾക്കാർ സമീപിച്ചിരുന്നു ഈ പദ്ധതി വേണമെന്ന് പറഞ്ഞിട്ട്. അന്ന് അദ്ദേഹം പറഞ്ഞ പദ്ധതി ഏറ്റവും ന്യായമാണ്, പക്ഷേ പണം പ്രശ്നമാണ്, അതുകൊണ്ട് പദ്ധതി പെട്ടെന്ന് നടപ്പാക്കേണ്ട പ്രയാസമുണ്ട് എന്ന് സൂചിപ്പിച്ച കാര്യം എനിക്ക് അന്ന് അറിയാം. അന്ന് തൊട്ട് തുടങ്ങിയാണ് കൃഷിക്കാരുടെ ഈ ആവശ്യങ്ങളും പ്രശ്നങ്ങളും. 7.5 കിലോമീറ്ററാണ് ലെങ്ത് ഈ കനാലിനുള്ളത്. ഇത് കാരളി പഞ്ചായത്തിൻ്റെ നമ്മുടെ എന്താ പറയുക, ഈ ഞാടത്തിൻ്റെ തൊട്ട് ഇപ്പുറത്ത് ആരംഭിച്ച് ഈ ബിയ്യത്ത് അവസാനിപ്പിക്കുന്നു. 5000 ഹെക്ടർ കൃഷിക്ക് ഇത് സഹായകരമാണ്. 3500 ഹെക്ടർ വരുന്ന നെൽകൃഷിക്കും 1500 ഹെക്ടർ വരുന്ന നെൽകൃഷിക്ക് പുറമേയുള്ള തെങ്ങ് മറ്റ് കൃഷിക്കും ഇതിൻ്റെ വെള്ളത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയും. കുന്നംകുളം മുനിസിപ്പാലിറ്റിയുടെ ആവശ്യമായ വെള്ളത്തിനടക്കം സഹായകരമാണ്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇത് 4 കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം പൊന്നാനി കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. രണ്ടാമത് കിടക്കുന്നത് ഗുരുവായൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. മൂന്നാമത് കിടക്കുന്നത് തവനൂർ മണ്ഡലത്തിലേക്കാണ്. 4ാമത് കുന്നംകുളം കോൺസ്റ്റിറ്റ്യുവൻസി. അവിടുത്തെ 6 പഞ്ചായത്തിലും ഇവിടുത്തെ 4 പഞ്ചായത്തും പ്രധാനമായി കൃഷിക്ക് സഹായകരമാകാൻ പോകുന്നതാണ്. 2 മുനിസിപ്പാലിറ്റി കൃഷി അധികമില്ല. ഇത്രയും വലിയൊരു പ്രൊജക്റ്റാണ് ഈ പ്രൊജക്റ്റിൻ്റെ. ഈ പ്രൊജക്റ്റ് മൾട്ടിപർപ്പസാണ് യഥാർത്ഥത്തിൽ. ഈ 5000 ഹെക്ടർ കൃഷിക്ക് ഉപയുക്തമാണെന്ന് മാത്രമല്ല, ടൂറിസത്തിന് നല്ലൊരു ഭാവിയുള്ളതാണ് വന്നു കഴിഞ്ഞാൽ. വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഇപ്പോൾ ടൂറിസത്തിന് കുറേ പ്രൊജക്റ്റുകളുടെ പ്രപ്പോസൽ നമ്മുടെ മുമ്പിലുണ്ട്. ആ പ്രപ്പോസലിൻ്റെ പുറമെ പുതിയ പ്രപ്പോസൽസ് ഇതിൻ്റെ ഫലമായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അവിടെ ബോട്ടിങ് സൗകര്യം വർദ്ധിക്കും. അതിന് പുറമെ മറ്റ് സൗകര്യത്തിലേക്കുള്ള ടൂറിസത്തിൻ്റെ സൗകര്യമുണ്ട്. മത്സ്യകൃഷി നല്ല സൗകര്യം ഉണ്ടാവും ഇതിന് പുറമെ സൗകര്യം. പിന്നെ ഇതിനനുബന്ധമായി ഇതുപോലെ തന്നെ നമുക്ക് ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും അവിടെ സാധ്യത വർദ്ധിക്കും. കാരണം അവിടെ മത്സ്യകൃഷി വന്നു കഴിഞ്ഞാൽ മത്സ്യത്തിൻ്റെ പ്രോസസ്സ് ഉണ്ടാക്കുന്ന സൗകര്യങ്ങളൊക്കെ സാധ്യത കിട്ടുന്നത്. അതുപോലെ മറ്റ് ഈ നമ്മുടെ നെൽകൃഷിൻ്റെയും അതുപോലെ മത്സ്യകൃഷിൻ്റെയും അനുബന്ധമായിട്ട് വ്യവസായത്തിന് നടത്താൻ സാധ്യത. അങ്ങനെ വലിയ മൾട്ടിപർപ്പസ് ആയിട്ടുള്ള വലിയൊരു പ്രൊജക്റ്റിൻ്റെ പരിപാടിയാണ് ഇത്. ഈ 36 കോടി പ്രൊജക്റ്റ് എന്നത് ശരിയായ സ്വപ്നമാണ്. നബാർഡാണ് ഇത്. അതിനുവേണ്ടി ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം 2 കൊല്ലത്തിലധികമായി നിരന്തരമായി അതിൻ്റെ ആ പ്രൊജക്റ്റ് കിട്ടുന്നതിനുമായി ശ്രമിക്കേണ്ട ഫലമായിട്ട് കിട്ടിയിട്ടുള്ളത് ഈ പ്രൊജക്റ്റിൻ്റെ ഉള്ളത്. ഈ ജലവിഭ വകുപ്പിൻ്റെ കീഴിലാണ് ഈ പദ്ധതി ഉള്ളത്. അതിൻ്റെ ഉദ്ഘാടനം ജലവകുപ്പ് മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. അപ്പോൾ ആ പ്രൊജക്റ്റ് വലിയ ഒരു, അതായത് ഏറ്റവും ഒരു പ്രൊജക്റ്റിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ടിനേക്കാളും അതിന് ബെനിഫിറ്റ് കൂടുതലുള്ള ഒരു പ്രൊജക്റ്റാണ് പ്രൊജക്റ്റ്. 36 കോടി രൂപയുടെ വലിയ പ്രൊജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ് എടുക്കുന്നത്. ഏറ്റവും വലിയ ആൾക്കാർക്ക് ഉപയുക്തമായിട്ടുള്ള പ്രൊജക്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു ജനകാല സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇവിടുത്തെ ഈ പ്രൊജക്റ്റിൻ്റെ പൂർത്തീകരണം വന്നത് ഉണ്ടാവുന്നത്. മറ്റു പ്രൊജക്റ്റുകളും നമ്മുടെ മണ്ഡലത്തിനകത്ത് വലിയ പ്രൊജക്റ്റ് വരുന്നുണ്ട്. അത് നിങ്ങളെ പിന്നീട് ഞാൻ അറിയിക്കാം. വളരെ വൈകാതെ തന്നെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുള്ള പ്രൊജക്റ്റ് വരുന്നുണ്ട്. അതിപ്പോൾ ഒരു 2 ആഴ്ചക്കുള്ളിൽ നിങ്ങളെ അറിയിക്കാം. ഇതിനെ സംബന്ധിച്ച് അതിൻ്റെ ബാക്കി പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടൂറിസം പ്രൊജക്റ്റിൻ്റെ ടെൻഡർ ആയിക്കഴിഞ്ഞു. ഇത് ബീച്ച് ടൂറിസത്തിൻ്റെ അത് ടെൻഡർ ആയിക്കഴിഞ്ഞു. ബീച്ച് ടൂറിസം നല്ല രൂപത്തിലേക്കുള്ള പ്രൊജക്റ്റ്
അതൊക്കെ ഭയങ്കരമായിപ്പോയി. അതിൻ്റെ ബാക്കി നടപടികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ രൂപത്തിലേക്കുള്ള നിരവധി പ്രൊജക്റ്റുകൾ ചെറുതും വലുതുമായിട്ടുള്ള പ്രപ്പോസൽസ് ഇവരൊക്കെ എടുക്കുന്നുണ്ട്. ടൂറിസത്തിൻ്റെ 4 പ്രപ്പോസൽസ്, വലിയ പ്രപ്പോസൽസ് ഇപ്പോൾ ഗവൺമെൻറ്റിന് മുമ്പിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. 4 പ്രപ്പോസൽസാണ് ഇപ്പോൾ അവിടെ കിട്ടിയിട്ടുള്ളത്. അത് ഡിപ്പാർട്ട്മെൻറ്റ് സമർപ്പിച്ച് കഴിഞ്ഞു 4 പ്രപ്പോസൽ. അപ്പോൾ വലിയ സാധ്യതയാണ്. കാരണം ഒരു വലിയ ഡെസ്റ്റിനേഷനായിട്ട് പൊന്നാനി മാറാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു ഡെസ്റ്റിനേഷനായിട്ട് മാറാൻ പോവുകയാണ്. അതിൻ്റെ പ്രഖ്യാപനം കോഴിക്കോട് വെച്ചിട്ട് ഈ മലബാറിൻ്റെ ടൂറിസത്തിൻ്റെയും ഒക്കെ ആ സർക്യൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു നടക്കുന്നുണ്ട്, പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൽ തന്നെ പെട്ടെന്ന് അതിൽ ഫൈനൽ ചെയ്തിട്ട് ഈ പ്രോഗ്രാം അത് MOU ഒപ്പുവെക്കുന്ന രൂപത്തിലേക്കുള്ള പ്രോഗ്രാംസാണ്. ഈ 4 പ്രൊജക്റ്റുകളും അതിൻ്റെ ഇതായിട്ട് വെച്ചു. അപ്പോൾ അങ്ങനെ വലിയ രൂപത്തിലേക്കുള്ള സാധ്യത ടൂറിസം മേഖലയ്ക്കകത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഈ ചെമ്പ്രോട്ടം ലിങ്ക് കനാലിൻ്റെ എത്ര മാസം കൊണ്ട് പൂർത്തീകരിക്കുന്നതാണ്? അതിപ്പോൾ 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്നതാണ് കോൺട്രാക്ടർ പറഞ്ഞത്. അയാൾക്കത് അവർക്ക് തടസ്സങ്ങളൊന്നുമില്ല. അവർ വന്നിരുന്ന കോൺട്രാക്ടറെ സംസ്ഥാനത്തെ കോൺട്രാക്ടറാണ് തോന്നുന്നു. അത് നല്ല പെട്ടെന്ന് തന്നെ തീർക്കുന്ന രൂപത്തിലേക്കാണ് അയാൾ പറഞ്ഞത്. അയാൾക്ക് ചില വേറെ പ്രശ്നങ്ങൾ തടസ്സങ്ങളൊന്നുമില്ല. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് തെങ്ങെല്ലാം നോക്കിയിട്ടൊക്കെ വഴിയുണ്ടാക്കില്ല. അപ്പോൾ അതൊന്നും ആ തെങ്ങിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കുന്നു. അതൊന്നും വലിയ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് പോയി. ഇതിൻ്റെ ഏറ്റവും പ്രധാനമുള്ള ചെമ്പ്രോട്ടം 1.5 വർഷമാണ് പിന്നെ സമയമുള്ളത്. കാരണം 1 വർഷം കൊണ്ട് അത് തീർക്കാമെന്നാണ് അയാൾ പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനമുള്ള ചെമ്പ്രോട്ടം ജലസംഭരണി, റെഗുലേറ്റഡ് ജലസംഭരണി. ഇത് വർഷങ്ങളായിട്ട് ഇതിങ്ങനെ നടക്കാതെ പോകുന്നത് ഈ പദ്ധതിയുടെ ഗുണഫലങ്ങൾ പൂർണ്ണമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഒരു പ്രശ്നം ഉണ്ടാവില്ലേ? അപ്പോൾ ഈ ചെമ്പ്രോട്ടം പദ്ധതി വേഗത്തിലാക്കാത്തതിൻ്റെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് MLA ഇത് ചോദിച്ചത് കറക്റ്റാണ്. കാരണം ചെമ്പ്രോട്ടം പ്രൊജക്റ്റിൽ നിന്നാണ് ഇവിടുന്ന് ഈ വെള്ളം പമ്പ് ചെയ്യാൻ പോകുന്നത്. ചെമ്പ്രോട്ടം പ്രൊജക്റ്റിൻ്റെ അപ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിന് മസ്റ്റാണ്, അനിവാര്യമാണ്. അത് സംശയമില്ല അതിൻ്റെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വലിയ തോതിലേക്കുള്ള ഇടപെടലുകളാണ് കുറേ സമയം നടത്തുന്നു. ഞാനത് എങ്ങനെ അറിയുന്ന പോലെ അസംബ്ലിക്കകത്തും പുറത്തും DDCയിലൊക്കെ ഉന്നയിച്ചൊരു വിഷയമാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം. ഇതും കൂടി കണ്ടുകൊണ്ടാണ് നമ്മൾ ഉന്നയിച്ചിരുന്നത്. കാരണം ഈ പ്രൊജക്റ്റിൻ്റെ ശ്രമം ആരംഭിച്ചപ്പോൾ തന്നെ അതും കൂടി വന്നാൽ ഇത് പൂർത്തീകരിക്കപ്പെടുന്നു എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ശക്തമായിട്ട് ഇടപെട്ടത്. ഇപ്പോഴും ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തീകരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഖ്യമന്ത്രി തലം വരെയുള്ള ഇടപെടൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നതിൻ്റെ വിഷയമായിട്ട് ഈ വരുന്ന ദിവസം മുഖ്യമന്ത്രിയുമായിട്ട് വീണ്ടും കാണാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നുണ്ട്. ഈ കരാറുകാരോട് ഇത് ഇത്ര വലിയ മമത? കാരണം ഇത്രയും തവണ നീട്ടി കൊടുത്തിട്ടും അതിൻ്റെ 60% പോലും നിർമ്മാണമായിട്ടില്ല. എന്നിട്ടും അവരെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുന്നതിൽ എന്താണ് അത്ര ഒരു താല്പര്യം? താല്പര്യമുണ്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ശരിയല്ലെന്ന് അഭിപ്രായം വ്യക്തമായിട്ട് പറഞ്ഞാണ്. അനിശ്ചിതമായി നിർത്തിക്കൊണ്ടുവന്ന് പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആവശ്യപ്പെട്ടത് അയാൾ സമയബന്ധിതമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ അയാളെ മാറ്റി പുതിയ കരാറൊക്കെ കൊടുക്കണം അഭിപ്രായം. അത് അനിശ്ചിതമായി പോകുന്നതിന് ഒരു യോജിപ്പും എനിക്കില്ല. ഈ നിർമ്മാണത്തിൽ അവിടുത്തെ ഏറ്റവും വലിയ വിവാദം വരുന്നത് അതിൻ്റെ ഷീറ്റിന് കനം കുറവാണ്, ഇരുമ്പിന് തൂക്കം കുറവാണ്. അതിന് കാരണമായത് KT ജലീലിൻ്റെ ഒരു കത്താണ്. KT ജലീൽ ഇതിൻ്റെ നിലവാരം മാറ്റി യൂറോപ്യൻ നിലവാരത്തിലുള്ള ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന ഷീറ്റ് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ഒരു കത്ത് കൊടുക്കുന്നു. ആ കത്ത് കൊണ്ടാണ് അവിടെ ഷീറ്റ് നിർമ്മിച്ചത് വരെ നിലവാരം കുറഞ്ഞതാണ് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ അതിന് അഴിമതി അന്വേഷണം MLA ആവശ്യപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ പറഞ്ഞ ഇടപെടൽ എന്താണെന്ന് എനിക്ക് വിശദമായിട്ട് പറയാമെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിച്ചാലേ പറയാൻ കഴിയുള്ളൂ. എന്താ ഇടപെടലിനെ സംബന്ധിച്ചിടത്തോളം അഴിമതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഴിമതിക്കെതിരായിട്ട് ഞാൻ കൊണ്ടുപോയിട്ടുള്ള ആളല്ല. അഴിമതിയെ സംബന്ധിച്ച് ആരും എത്തിയതാലും കർശനമായ നടപടി എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അഴിമതി ഉണ്ടെങ്കിൽ അതിന് കണ്ടെത്തേണ്ട ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം MLA അല്ല. അഴിമതി ആരോപണം ഉണ്ടെങ്കിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണല്ലോ. ഞാൻ മുമ്പ് പറഞ്ഞാണ്. അല്ല, അഴിമതി ആരോപണത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ ആ അഴിമതി ആരോപണം അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം. ആരായാലും ഒറ്റായാലും വിട്ടുവീഴ്ചയൊന്നുമില്ല. പക്ഷേ ജലീലിന്റെ ഇടപെടൽ എത്രത്തോളം ഉണ്ട് എന്താണെന്ന് കാര്യം എനിക്ക് പറയാൻ കഴിയും. അല്ല, ഈ വിഷയത്തിൽ ജലീലിന്റെ മണ്ഡലത്തിലാണല്ലോ ശരിക്കും ചെമ്പ്രോട്ടം, MLA മണ്ഡലത്തിലല്ല. MLA ഇടപെടുന്ന അത്ര പോലും ഈ വിഷയത്തിൽ ജലീൽ ഇടപെടുന്നില്ല എന്ന് പൊതുവെ ആ പ്രദേശത്തു നിന്നുള്ള പരാതികളും വിഷയങ്ങളും വരുന്നു. ആ അഴിമതിയെയും കരാറുകാരെയും പലതവണ ജലീൽ ന്യായീകരിക്കാൻ നിൽക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിന് ജലീലിന്റെ ഇടപെടലിൽ മണ്ഡലത്തിലെ ഒരു MLA എന്ന നിലയ്ക്ക് ജലീലിന്റെ ഇടപെടലിൽ തൊട്ടടുത്തുള്ള ഈ പദ്ധതിയിൽ ഏറ്റവും ഗുണഫലം നേടുന്ന പൊന്നാനി MLAക്ക് തൃപ്തികരമാണോ ആ മണ്ഡലം? അതെനിക്ക് പറയാൻ പറയുന്നില്ല. അവരുടെ ഇടപെടൽ എന്താണ് എത്രത്തോളം ഇത് ബാക്കിയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ ഈ ഇടപെടുന്നതിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറഞ്ഞാൽ ഈ ചമ്രവട്ടം പ്രൊജക്റ്റിനും ഇവിടേക്ക് വെള്ളം കിട്ടുന്നതിനും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ചമ്രവട്ടം പ്രൊജക്റ്റിന് മാത്രമല്ല മറ്റു കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായ വെള്ളം കിട്ടണമെങ്കിൽ അതിൻ്റെ പൂർത്തീകരണമാണ്.
അത് സമയബന്ധിതമായി പൂർത്തീകരിക്കണം. അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിൽ കോൺട്രാക്ടർക്ക് വല്ല തടസ്സം ഉണ്ടെങ്കിൽ ആ കോൺട്രാക്ടറെ മാറ്റി വേറെ ആൾ വരണം മാത്രമേ ഞാൻ ആവശ്യപ്പെടുള്ളൂ. അതാണ് ഞാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തോട് ചോദിച്ചു. ആ ഇടപെടൽ ഇല്ലാത്തതുകൊണ്ടല്ലേ ഇത്രയും കാലം നീണ്ടുപോയത്. ശരിക്കും 4 വർഷത്തിന് മേലെ ആയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഞാനതിന് മുകളിൽ ഞാൻ വന്നതിന് ശേഷം നിരവധി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. PDC-ക്കകത്ത് 2 വർഷം ദിവസം ഉന്നയിച്ചിട്ടുണ്ട്, അസംബ്ലിക്കകത്ത് 2 വർഷം ഉന്നയിച്ചിട്ടുണ്ട്, ബന്ധപ്പെട്ടൊരു കത്തും കൊടുത്തു. ഇനിയിപ്പോൾ വീണ്ടും ഇടപെടാം. ഇന്നത്തെ ടൂറിസം ഓപ്പൺ ഓഡിറ്റോറിയം ഓപ്പൺ ഗ്രൗണ്ട് മാത്രമാണല്ലേ, മറ്റേ സ്റ്റേജ് മാത്രമാണ് ഇന്നത്തെ ഉദ്ഘാടനം. അത് മുനിസിപ്പാലിറ്റിയുടെ പ്രൊജക്റ്റാണ്. ഈ കർമാറോടുമായി മാറ്റിയോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീരുമാനിക്കേണ്ട ഞാനല്ല, നിങ്ങളെ പ്രൊജക്റ്റാണ്. നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ അധികാരമുണ്ട്, മാറ്റാണ്ടിരിക്കാൻ അധികാരമുണ്ട്. ഞാനല്ലല്ലോ MLA അല്ലെ ഗവൺമെന്റിന്റെ ആണെങ്കിൽ ഗവൺമെന്റ് പ്രൊജക്റ്റ് അല്ല. അതിനെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മ റോഡിന്റെ വികസനം ശരിക്കും ഇങ്ങനെ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ ഇതുവരെ മാറിയിട്ടില്ലല്ലോ. ശരിക്കും കർമ്മ റോഡ് പൊന്നാനിയുടെ ഐക്കൺ ഏരിയ അല്ലേ, അത് ഡെവലപ്പ് ചെയ്യാൻ എന്തെങ്കിലും ആലോചനകളുണ്ടോ? പ്രൊജക്റ്റൊക്കെ ഉണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം വലിയ റോഡ് പോസ്റ്റൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് അവിടെ കുറേ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കുള്ള സാധ്യത ഇവിടെ പൊന്നാനിയുടെ വികസനത്തിന് ഏറ്റവും സാധ്യതയുള്ളത് ടൂറിസമാണ്. പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ആസ് എൻ ഇൻഡസ്ട്രി നിലയ്ക്ക് ഏറ്റവും സാധ്യതയുള്ള ടൂറിസമാണ് പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കർമ്മ റോഡിൻ്റെ ഇവിടെ വൈകുന്നേരം വരുന്ന നമ്മുടെ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഒരു കേരളത്തിൽ ഇത്രയധികം പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള മറ്റൊരു സ്ഥലം കാണില്ല എന്നാണ് എൻ്റെ തോന്നൽ, കാഴ്ചപ്പാട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിന് പുറമെ ഇവിടുത്തെ കടലും കായലും പിന്നെ പുഴയും ഒക്കെ കൂടി ഉള്ള മറ്റൊരു മണ്ഡലം ഇല്ല. അത്ര സൗകര്യ സ്ഥലം പ്രകൃതി തെരഞ്ഞ് അനുഭവിച്ച ഒരു സ്ഥലമാണ് പൊന്നാനിയെ സംബന്ധിച്ചത്. അപ്പം ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ ഞാൻ ബീച്ച് ടൂറിസം പറ്റും, പുഴയുമായി ബന്ധപ്പെട്ട ടൂറിസം പറ്റും, അതുപോലെ തന്നെ കായലുമായി ബന്ധപ്പെട്ട ടൂറിസം സംബന്ധിച്ചിടത്തോളം ഇപ്പം തന്നെ ഈ മുനിസിപ്പാലിറ്റി പുളിക്കാക്കടവിലൊക്കെ വൈകുന്നേരം വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലേക്കുണ്ട്. അതിനപ്പുറത്തും ഇപ്പം നമ്മൾ ശരിയാക്കാൻ വേണ്ടി ഇപ്പം ഞാൻ കൊണ്ടുകൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് ശരിയാക്കി ചെയ്യപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ആൾക്കാർ ടൂറിസത്തിൻ്റെ പഴയ സ്വഭാവത്തിനൊക്കെ മാറ്റം വന്നിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് ഈ ടൂറിസം ഒരു മസ്റ്റായി വന്നിരിക്കുകയാണ് ഇപ്പോൾ ടൂറിസ്റ്റുകൾ തന്നെ. ആ സാധ്യതകളൊക്കെ നല്ല രൂപത്തിലേക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അതിലേറ്റവും മർമ്മപ്രധാന ഒന്നാണ് നമ്മുടെ നെടാനദി തീരം എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ല ഉപയോഗപ്പെടുത്താൻ ചില പ്രപ്പോസൽസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വിശ്വാസം അത് ഈ സമയത്ത് തന്നെ എൻ്റെ വീടിൽ തന്നെ അതിൻ്റെ പ്രാവർത്തിയാക്കാൻ കഴിയുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ പദ്ധതികൾ തന്നെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നിള മ്യൂസിയം മറൈൻ മ്യൂസിയത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം അതിനെ സംബന്ധിച്ചിടത്തോളം ചില ഡിസ്കഷൻസ് ഒക്കെ കഴിഞ്ഞു. അതിൻ്റെ കുറേ കുരുക്കുകൾ അഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന CRZ-ൻ്റെയും മറ്റു മറൈൻ മ്യൂസിയത്തിൻ്റെ കുറേ കുരുക്കുകൾ എടുക്കുകയായിരുന്നു. കുറേ കുരുക്കുകൾ അഴിച്ചു കഴിഞ്ഞു. അതിൻ്റെ മറ്റു കുരുക്കുകളൊക്കെ അഴിച്ചു കൊടുത്തു. അതിൻ്റെ ടൂറിസം സെക്രട്ടറി, പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്രട്ടറി, നമ്മൾ സെക്രട്ടറിമാരെയൊക്കെ ഇരുത്തിക്കൊണ്ട്, അത് നമ്മുടെ ഈ ലോക്കൽ ബോഡീസിൻ്റെ സെക്രട്ടറി ഒക്കെ ഇരുത്തിക്കൊണ്ട് ഡിസ്കഷൻ നടന്നു കഴിഞ്ഞു. തീരുമാനമാക്കി കഴിച്ചു. അവരെല്ലാം വിളിച്ചു, അവരെല്ലാം 3 സെക്രട്ടറിമാരെ വിളിച്ചിരുത്തി ഞാനും കൂടി ഇരുന്നിട്ട് ഒരു ഡിസ്കഷൻ ആക്കി കഴിഞ്ഞിട്ട് ഒരു കുരുക്കൊക്കെ കഴിച്ചു. അതാ ഞാൻ പറഞ്ഞ ഈ പീരീഡ് തന്നെ അതിൻ്റെ വലിയ ചില പ്രൊജക്റ്റിനൊക്കെ സാധ്യത. അവിടെ കുറച്ചും കൂടി സൗകര്യപ്പെടുത്തുകയാണെങ്കിൽ മനോഹരമായിട്ട് ഒരു ഭാഗത്തൊക്കെ നല്ല വലിയ സാധ്യത ഉള്ളതാണ് അവിടെ സംബന്ധിച്ചിടത്തോളം. ഈ അനധികൃതമായ രൂപത്തിലേക്കുള്ളതൊക്കെ മാറ്റി. ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടേ എന്താണ് MLA ഇപ്പോഴത്തെ പ്രതിഷേധവും ശില്പയുടെ നിലപാടും? രാഷ്ട്രീയത്തിൽ കടന്നു അല്ല, PMC ഇതിനെ സംബന്ധിച്ചിടത്തോളമുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുന്നതാണ്. PMC-ന്റെ പ്രശ്നത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 2 പാർട്ടിക്കാരും ഇന്ന് ഏകദേശം അവർ ആ ഒരു ധാരണ ആശയപരമായ വിയോജിപ്പൊന്നുമില്ല. ഈ പ്രയോഗത്തിൽ വല്ല തെറ്റുണ്ടെങ്കിൽ അതിന് ചർച്ച ചെയ്ത് തീരുമാനിക്കും. നമുക്ക് സംബന്ധിച്ച് ഒരിക്കലും കേന്ദ്രത്തിന്റെ ഈ നയം, അതായത് ഈ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ കേരളത്തിൽ അനുവദിക്കില്ല.
അതിന്റെ കാര്യം വിട്ടുവീഴ്ചയില്ല. ഈ ധാരണാപത്രം ചർച്ച ചെയ്യാതെ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ അതിന്റെ ഫൈനലൈസ് എനിക്ക് അറിയില്ല. കാരണം അത് എങ്ങനെയാണ് എങ്ങനെ വന്നത് മറ്റു കാര്യങ്ങൾ അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് ശരിയാണ്. ആരോപണം ഉണ്ടെങ്കിൽ സംബന്ധിച്ചിടത്തോളം രണ്ടു പക്ഷേ അഭിപ്രായ വ്യത്യാസം അദ്ദേഹം പറഞ്ഞു തീർക്കും, യാതൊരു സംശയമില്ല. അങ്ങനെ പരിഹാരത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ നയത്ത് ഒരു നിലയ്ക്കും പൊരുത്തപ്പെട്ടു പോകാൻ നമുക്ക് കഴിയില്ല. അതിനോട് യാതൊരു കോംപ്രമൈസും അല്ല. അപ്പൊ CPI അറിയാതെ ഒപ്പുവെച്ചു എന്ന് പറയുന്നത് അതൊക്കെ എനിക്ക് അത് ക്യാബിനറ്റിന്റെ കാര്യമോ വകുപ്പുതലത്തിന്റെ കാര്യമോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്ത വിഷയം ഒരു മുതിർന്ന പാർട്ടി നേതാവ് എന്ന നിലയ്ക്ക് നന്ദേട്ടനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായോ എന്നുള്ളതാണ്. അത് ഞാൻ പറയുന്നത് ശരിയും തെറ്റിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതിനെ സംബന്ധിച്ച നയം ഇതാണ്. അതിന്റെ മുകളിൽ ആ നയത്തിൽ യാതൊരു വെള്ളം ചേർക്കാൻ പാടില്ല എന്ന അഭിപ്രായം. അല്ല, അങ്ങനെ ഒരു ഏകപക്ഷീയമായ നീക്കം ശരിയായോ എന്നുള്ളതാണ്. അത് ഞാൻ ഏകപക്ഷീയമായ നീക്കം എനിക്ക് പറയാൻ കഴിയില്ല. പത്രങ്ങൾ വായിച്ചിട്ട് മാത്രമേ എനിക്ക് അഭിപ്രായം പറയാൻ കഴിയുള്ളൂ. പത്രത്തിന് അല്ലാണ്ട് എന്റെ മുമ്പിൽ വേറെ തെളിവില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായ ചർച്ച നടത്തിയതിന് ശേഷം ഞങ്ങൾ പാർട്ടിയുടെ തന്നെ ഔദ്യോഗികമായ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. ചർച്ച നടത്തും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് വന്നതിന് ശേഷവും അല്ലെങ്കിൽ മറ്റു ചർച്ചയ്ക്ക് വിളിച്ചാൽ അപ്പോൾ നമുക്കറിയാം.